സുഖേട്ടാ, നിങ്ങളിപ്പോ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? ഇനി ശരിക്കും നിങ്ങൾ തിരിച്ചു പോകുന്നില്ല? നിന്നോട് പറഞ്ഞല്ലോ ഞാൻ മനസ്സേ, ഞങ്ങൾ കുറെ ആൾക്കാർ കമ്പനി പിരിച്ചുവിട്ടതാ. ഇനിയിപ്പോ എവിടെ പോകാന്? എന്റെ സുധാട്ടാ, നിങ്ങൾ 10-20 കൊല്ലമായില്ലേ ഗൾഫില്? നിങ്ങൾക്ക് ഇഷ്ടം പോലെ കമ്പനിക്കാരില്ലേ അവിടെ? ഒരു കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ട വേറൊരു കമ്പനിക്ക് ആരോടെങ്കിലും പറഞ്ഞാ പോരെ? ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു കൊടുക്കാനുണ്ട്. പോരാത്ത ഈ വീടിന്റെ പണിയും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാ? അല്ലടി, ഞാനയച്ച പൈസക്ക് നീ എന്ത് ചെയ്താ? വീടിന്റെ പണി പൈതി പണിയാണ്. ബാങ്കിലാണ്, ബാങ്കിനും പൈസ ഇല്ല. നീ എന്താക്കിയതാ? നിങ്ങൾ എന്തായി പറയുന്നത്? കുടുംബത്തിലേക്ക് പൈസ അയച്ചാൽ എന്റെ കണക്ക് പറയാ? 20 കൊല്ലം മുൻപുള്ള ചെലവല്ല ഇപ്പൊ. സാധനങ്ങൾക്കൊക്കെ നല്ല വിലയപ്പോ. പിന്നെ 3 മക്കളല്ലേ ഞമ്മൾക്ക്? ഗൾഫുകാരുടെ മക്കള് ആ രീതിക്ക് എനിക്ക് അവർ നടത്തണ്ടേ? ഇനിയിപ്പോ അതിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ കിട്ടിയവനെ വിളിച്ച് ചെലവാക്കി. ഇനിയുള്ള കാല് ഞാൻ വാർപ്പിന്റെ പണിയും ചെയ്ത് നാട്ടിൽ തന്നെ നിൽക്കാൻ പോകും. അച്ഛൻ എന്താ ചെയ്യ പറയണേ? അച്ഛൻ വാർപ്പിന്റെ പണിക്ക് പോയാൽ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരോട് എന്താ പറയാ? അച്ഛൻ ഈ പണിക്ക് പോകണേ ഞാൻ നാളെ തൊട്ട് കോളേജിൽ പോയില്ല. ഇവിടെ അറിയാവുന്നവരൊക്കെ എന്റെ കോളേജിലാണ് പഠിക്കണേ. അവന്റെ മുന്നിൽ ഞാൻ നാണം കെടുകയുള്ളൂ. എന്റെ അച്ഛൻ നാട്ടിൽ നിന്നിട്ട് ജീവിക്കാൻ പറ്റില്ല. അച്ഛൻ തിരിച്ചു പോകാൻ നോക്കിയേ. കേട്ടില്ലേ മക്കളൊക്കെ പറയുന്നത്? ഞങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഞങ്ങളെ സന്തോഷം കളയാൻ വേണ്ടി നിങ്ങൾ നാട്ടിൽ നിൽക്കാണ്. നിന്നോളെ. വാടാ മക്കളെ, നമുക്ക് പോകും. എന്താ പറയാ, ഇവർക്ക് ഞാനല്ല വേണ്ടത്, എന്റെ പൈസയാ വേണ്ടത്. അച്ഛാ, അവിടെ എത്തിയതും എന്റെ ബൈക്കിന്റെ പൈസ അയച്ചു തരണേ. അച്ഛൻ എന്റെ വണ്ടി മറക്കല്ലേ? അച്ഛന്റെ ഐഫോൺ മറക്കല്ലേ? നിൽക്കും മക്കളെ, അച്ഛൻ ആദ്യം അവിടെ എത്തട്ടെ. എല്ലാം നിങ്ങൾക്ക് അയച്ചു തരും. സുധാട്ടാ, അയക്കുമ്പോഴേ ആ ടോർച്ച് കൂടി അയച്ചു വിടണേ. അല്ല, നിങ്ങളൊക്കെ എന്താ കരുതിയത്? ഞാൻ തിരിച്ച് ഗൾഫിൽ പോവാണെന്നാ? അപ്പൊ നിങ്ങൾ എങ്ങോട്ടൊക്കെ പോകുന്നത്? ഇത്രയും കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചത്. ഇനി കുറച്ച് എനിക്ക് വേണ്ടി ജീവിക്കട്ടെ. തിരിഞ്ഞു വരുമ്പോഴേ എനിക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ അവിടെ നിന്ന് എന്റെ പേർക്ക് ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാനും എന്റെ കൂട്ടുകാരും കൂടി കാശ്മീരിൽ ട്രിപ്പ് പോവാ. ഞാൻ എന്തായാലും 1 മാസം കണ്ട ഇനിയിപ്പോ ഇങ്ങോട്ട് വരും. എടാ, നിന്റെ പഠിപ്പ് കഴിഞ്ഞല്ലേ? നീ നാളെ മുതൽ പണിക്ക് പോവാ. നിന്നെ കല്യാണം കഴിച്ചു വിട്ടല്ലേ? നീ കുറച്ചു കാലം ഭർത്താവിന്റെ വീട്ടിൽ പോയിരുന്നു. ഇത് എന്റെ വീടാണ്. എന്നെ അനുസരിച്ച് ഇരിക്കാൻ പറ്റുന്നവർക്ക് മാത്രം ഇവിടെ ഇരുന്നത്. പ്രവാസികളുടെ പൈസ ദൂർത്തടിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി ഈ ചെറിയ വീഡിയോ സമർപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.